അർജന്റീനയ്ക്കും ലയണൽ മെസ്സിക്കും വീണ്ടും കണ്ണീർ വേദിയായി മാറുകയാണ് ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയം. തുടർച്ചയായ രണ്ടാമത്തെ ഫൈനലാണ് മെസ്സിയും അർജന്റീനയും ആ മെറ്റ്ലൈഫിൽ തോൽക്കുന്നത്. 2016 കോപ്പ അമേരിക്ക ഫൈനലിൽ തോറ്റ ശേഷമായിരുന്നു അന്ന് മെസ്സിയുടെ ആ വിരമിക്കൽ പ്രഖ്യാപനമെന്നും ഓർക്കണം. കിരീടം നിലനിർത്താൻ വേണ്ടി മാത്രമായിരുന്നില്ല മെസ്സിയും സംഘവും ഇക്കുറി മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ഇറങ്ങിയത്. 10 വർഷം മുൻപ് കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ ശതാബ്ദി പതിപ്പിന്റെ ഫൈനലിൽ തോറ്റുമടങ്ങിയ അർജന്റീന വീണ്ടും തോൽവിയുടെ കൈപ്പറിഞ്ഞു ന്യൂജേഴ്സിയിൽ. അന്ന് ഫൈനലിൽ തോറ്റതിനു പിന്നാലെ മെസ്സി വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. പിന്നീട് ആ തീരുമാനം തിരുത്തിയാണ് മെസ്സി തിരിച്ചെത്തിയതും ലോകവിജയം നേടിയതും. 4 അന്താരാഷ്ട്ര കിരീടങ്ങളാണ് മെസ്സി പിന്നീട് നേടിയത്. വീണ്ടും ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിയപ്പോൾ മെസ്സി കിരീടം നിലനിർത്തുമെന്ന് ആരാധകർ ഒന്നടങ്കം വിശ്വസിച്ചു. മെസ്സിയെ കണ്ണീരിലാഴ്ത്തിയ ഈ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ ലോക കിരീടമുയർത്തി ആ കടം വീട്ടും എന്ന് ആരാധകർ കരുതി. പക്ഷേ ഒരിക്കൽ കൂടി മെസ്സിക്ക് കാലിടറി. കാലം മധുര പ്രതികാരത്തിന് നൽകിയ ആ അവസരം നഷ്ടപ്പെടുത്തി ഫുട്ബോൾ ദൈവം. അങ്ങനെ വീണ്ടും മെറ്റ്ലൈഫിൽ മെസ്സിയുടെ കണ്ണീർ വീണു. ഒരു കാര്യം ഉറപ്പ്, ഈ സ്റ്റേഡിയവും ഇവിടത്തെ 2 തോൽവികളും അർജന്റീന ആരാധകർക്ക് മറക്കാനാകില്ല. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. കരഞ്ഞുകൊണ്ടാണ് ലയണൽ മെസ്സി ഒപ്പം ലയണൽ സ്കലോണി രണ്ടുപേരും ആ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നിന്നും പോകുന്നത്. അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർക്കും അത്ര സന്തോഷകരമായ ഒരു രാവല്ല കടന്നുപോയത്. പക്ഷേ സ്പെയിൻ അത് അർഹിച്ചിരുന്നു. സ്പെയിൻ ഈ ജയം ആഗ്രഹിച്ചിരുന്നു. അത് അവർ നേടിയെടുക്കുകയും ചെയ്തു. അവരുടെ യുവതലമുറ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അർഹിക്കുന്നു. ഇനി സ്പാനിഷ് ഭരണമാണ് ഫുട്ബോൾ ലോകത്തിൽ. സ്പെയിൻ ഭരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.